രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷ ശക്തമാക്കുന്നതിനായി അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്രമായ പദ്ധതി സ്മാർട്ട് ബോർഡർ. ഇന്ത്യയുടെ അതിർത്തികളിൽ അനധികൃതമായ ആളുകൾ കടന്നുകയറുന്നത് പൂർണ്ണമായും തടയുക എന്നതാണ് ലക്ഷ്യം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഏകദേശം 6000 കിലോമീറ്റർ നീളമുള്ള അതിർത്തികൾ പൂർണ്ണമായും സുരക്ഷിതമാക്കുക. അതിർത്തി പ്രദേശങ്ങളിലെ ജനസംഖ്യാപരമായ ഘടനയിൽ കൃത്രിമമായ മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമങ്ങളെ ചെറുക്കുക. അതിർത്തി രക്ഷാസേനയായ BSF, മറ്റ് സുരക്ഷാ ഏജൻസികൾ, പ്രാദേശിക പോലീസ് എന്നിവരെ സാങ്കേതിക വിദ്യ വഴി ഒറ്റ ശൃംഖലയായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോവുക. പരമ്പരാഗതമായ വേലികൾക്ക് പുറമെ അതിർത്തികൾ പൂർണ്ണമായും നിരീക്ഷിക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുക. ആകാശമാർഗമുള്ള തത്സമയ നിരീക്ഷണത്തിന് ഡ്രോണുകൾ, അദൃശ്യമായ നീക്കങ്ങൾ പോലും മുൻകൂട്ടി കണ്ടെത്താൻ റഡാറുകൾ, രാത്രിയിലും പകലും കൃത്യമായ ദൃശ്യങ്ങൾ നൽകുന്ന തേർമൽ ഇമേജിംഗ് സംവിധാനമുള്ള സ്മാർട്ട് ക്യാമറകൾ, നദികളും ജലാശയങ്ങളും വഴിയുള്ള കടന്നുകയറ്റം തടയാൻ ലേസർ ഭിത്തികളും സെൻസറുകളും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ BSFന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില അതിർത്തി മേഖലകളിൽ നടപ്പിലാക്കിയ സ്മാർട്ട് പെട്രോളിംഗ് വരും വർഷങ്ങളിൽ കൂടുതൽ വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിർത്തി സുരക്ഷാ സേനയായ BSF രൂപീകൃതമായതിന്റെ 60ാം വാർഷിക വേളയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദ്ധതി വിപുലമായി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഈ 60वें साल में ही हम स्मार्ट बॉर्डर प्रोजेक्ट को लॉन्च कर बांग्लादेश और पाकिस्तान की पूरी सीमा को हम अभेद करेंगे और इससे आपके काम में आपको बहुत बड़ी तकनीकी सहायता उपलब्ध हो जाएगी. ഒരു വർഷത്തിനുള്ളിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവയുമായുള്ള 6000 കിലോമീറ്ററിലധികം വരുന്ന അന്താരാഷ്ട്ര അതിർത്തികൾ പൂർണ്ണമായും ഈ സ്മാർട്ട് സംവിധാനത്തിന് കീഴിലാവുകയാണ്. അസം, ജമ്മു തുടങ്ങിയ അതിർത്തികളിൽ വിജയകരമായി പരീക്ഷിച്ച ഡിജിറ്റൽ സംവിധാനം, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് അതിർത്തിയിലെ ഓരോ ചലനവും നിരീക്ഷിക്കും. നദികൾ, തോടുകൾ, വനമേഖലകൾ തുടങ്ങി വേലികെട്ടാൻ സാധിക്കാത്ത ഭൂപ്രകൃതിയുള്ള ഇടങ്ങളിൽ അദൃശ്യമായ ലേസർ രശ്മികൾ ഉപയോഗിച്ച് സുരക്ഷാ മതിൽ തീർക്കും. ആരെങ്കിലും ഇത് മുറിച്ചു കടന്നാൽ ഉടൻ കൺട്രോൾ റൂമിൽ സൈറൻ മുഴങ്ങും. ആന്റി ഡ്രോൺ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. അതിർത്തി കടന്നു വരുന്ന ശത്രുക്കളുടെ ഡ്രോണുകളെ കണ്ടെത്താനും അവയെ ജാം ചെയ്ത് തകർക്കാനുമുള്ള സാങ്കേതിക വിദ്യയാണ് ഇതിലുള്ളത്. അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നത് തടയാൻ ഭൂമിക്കടിയിലെ ചലനങ്ങൾ വരെ തിരിച്ചറിയുന്ന സെൻസറുകൾ സ്ഥാപിക്കും. ഡെമോഗ്രാഫിക് മാറ്റങ്ങളെ തടയാനും ലക്ഷ്യമുണ്ട്. അതിർത്തിയിൽ എവിടെയെങ്കിലും കടന്നുകയറ്റ ശ്രമം ഉണ്ടായാൽ സാങ്കേതിക വിദ്യ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ BSFന്റെ ക്വിക്ക് റിയാക്ഷൻ ടീമുകൾക്ക് മിനിറ്റുകൾക്കകം അവിടെ എത്തി നടപടി സ്വീകരിക്കാനാകും. BSF മാത്രമല്ല, സംസ്ഥാന പോലീസ്, ഇന്റലിജൻസ് ഏജൻസികൾ, പ്രാദേശിക ഭരണകൂടങ്ങൾ എന്നിവരെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു സമഗ്ര സുരക്ഷാ ശൃംഖലയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അസം, ത്രിപുര, പശ്ചിമബംഗാൾ തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളുമായി ചേർന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഇത് നടപ്പാക്കുക. അതിർത്തി രക്ഷാപ്രവർത്തകർക്ക് വലിയ ആശ്വാസമാണ് ഈ തീരുമാനം. കഠിനമായ മഞ്ഞിലും വേനലിലും രാപ്പകലില്ലാതെ സൈനികർ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നതിലെ മാനസിക ശാരീരിക സമ്മർദ്ദം കുറയ്ക്കാൻ ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് സാധിക്കും. കന്നുകാലിക്കടത്ത്, മയക്കുമരുന്ന്, ആയുധ കള്ളക്കടത്ത്, ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റം എന്നിവ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകാത്ത വിധം ഇന്ത്യയുടെ അതിർത്തികളെ ഒരു അദൃശ്യ കോട്ടയായി മാറ്റുകയാണ് ഈ സ്മാർട്ട് ബോർഡർ പദ്ധതിയുടെ ലക്ഷ്യം.